ഹായ്, എല്ലാവർക്കും സുഖല്ലേ? ഞങ്ങളിന്ന് 4 പേരുണ്ട്. ഇതാ അവരൊക്കെ ഹായ് പറയുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്കായിട്ട് ഒരു ഫ്ലവർ മാസ്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് തയ്യാറാക്കണ തിരക്കിലാണ്. കുട്ടികളുടെ സ്കൂളിൽ നാളെ ഒരു പരിപാടിയുണ്ട്. എന്താണെന്ന് വയ്യേ പറയാം. അപ്പോൾ അതിനായിട്ട് ഒരു പൂവ് വരയ്ക്കണം. പൂവ് വരച്ചിട്ട് ചാർട്ടിൽ കാർഡ്ബോർഡുമ്മ വെച്ചിട്ട് വെട്ടിയെടുക്കലാണ് ചെയ്യണത്, ഒരു മാസ്ക് രൂപത്തിൽ. അപ്പോൾ ഞങ്ങൾ കുട്ടികളെ കോമ്പസും ഇതൊക്കെ എടുത്ത് കൊണ്ടുവന്ന് വരയ്ക്കാൻ കഴിയുമോ നോക്കുകയാണ്. അപ്പോൾ അത് വെച്ചിട്ട് റെഡി ആവണില്ല. ഞങ്ങൾ പഴയ ഗ്യാസിൻ്റെ വട്ടമൊക്കെ എടുത്ത് അത് വെച്ചിട്ടാണ് ഞങ്ങൾ വട്ടം വരച്ച് റെഡിയാക്കിയത്. ഏകദേശം കുട്ടികളെ മുഖത്തിന് അത് പാകുമായിരുന്നു. ഞങ്ങൾ ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മുടിക്കെട്ട് കാണണ്ടെന്നും പ്രസന്നേച്ചിൻ്റെ പല്ല് കാണണ്ടെന്നും ആദ്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞ് ചിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഈ കൂട്ടത്തിൽ ചിത്രം വരയ്ക്കണത് ഞാനാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചിത്രം വരച്ച് പിന്നെ കാർഡ്ബോർഡിൽ വെച്ചിട്ട് വേണം വെട്ടാൻ. ഗ്യാസിൻ്റെ അത് കാണിച്ചു തരികയാണ്. പിന്നെ അപ്പോൾ അങ്ങനെ വെട്ടി റെഡിയാക്കിയിട്ട് പശ തേച്ച് ഗിൽറ്റൊക്കെ ചുറ്റുവിടണം. അങ്ങനത്തെ ഓരോ പണികളുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് നേരം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഏകദേശം വൈകുന്നേരം ആവാനായി. പിന്നെ ഞങ്ങൾ എങ്ങനെയാണോ വീട്ടിൽ സംസാരിക്കുന്നത് അതേ രീതിയിലാവും കേട്ടോ വീഡിയോയിലും വരിക. അപ്പോൾ എന്താ ഞങ്ങൾ പൂവൊക്കെ വരച്ച് ഇതിൻ്റെ നടുക്കായിട്ട് ഞങ്ങൾ അത് വെച്ചിട്ട് വട്ടം ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അത് വെട്ടണം. ഇപ്പോൾ കാണുന്നത് എന്താ അറിയോ, പ്രസന്നേച്ചി ഞാൻ മാത്രം ഒരു പണി എടുക്കണില്ല എന്ന് എല്ലാവരും കരുതും. അതുകൊണ്ട് ഞാനൊന്ന് അഭിനയിക്കട്ടെ എന്ന് പറഞ്ഞ് കാർഡ്ബോർഡൊക്കെ എടുത്ത് വെട്ടുകയാണ്. അപ്പോൾ ഞങ്ങൾ അഭിനയിക്കേണ്ട, ആ ചുറ്റുമുള്ള വട്ടം ഒന്ന് സെറ്റാക്കാൻ പറഞ്ഞ് വെട്ടി. അതിനാണ് ഇപ്പോൾ എല്ലാവരും ചിരിക്കുന്നത്. ഏകദേശം ഒരുപാട് ലോങ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഞങ്ങളൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ കാർഡ്ബോർഡൊക്കെ നല്ല കട്ടിയുള്ളതുകൊണ്ട് കത്രിക വെച്ച് കഷ്ടപ്പെട്ട് വെട്ടി. പ്രസന്നേച്ച് അത് ഇരുന്ന് കഷ്ടപ്പെട്ട് വെട്ടുകയാണ് കേട്ടോ. ഒരു പണി കൊടുത്തതാണ്. ചിന്നു സിത്തും ചർച്ച ചെയ്യുന്നതേ അവർക്ക് നാളെ പോണതിനെ കുറിച്ചൊക്കെയാണ് കേട്ടോ. അവർക്ക് നാളെ സെറ്റ് സാരിയൊക്കെയാണ്, എല്ലാവരും വെള്ള ഇട്ടണം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയാണ്. ഇതാക്കണ ഏകദേശം ഞങ്ങൾ ഫ്ലവർ വെട്ടി സെറ്റാക്കി. ഇനി അത് കാർഡ്ബോർഡിൽ വെച്ച് ഒട്ടിച്ചിട്ട് അതും കൂടെ ഒന്ന് അതിൻ്റെ ഒരു ആകൃതിക്ക് വെട്ടണം. ഇതാക്കണ ശീപമായി വെള്ളം കോരണം കേട്ടോ. ഇന്നെ എടുക്കല്ലി എന്ന് പറഞ്ഞിട്ടാണ് വെള്ളം കോരുന്നത്. അപ്പോൾ ഞങ്ങൾ എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ധൈര്യത്തിലാണ് വെള്ളം കോരുന്നത്. ഇതാണ് പിന്നെ തലേ ദിവസം അയൽക്കൂട്ടത്തിന് വരാൻ കഴിയാത്ത രുക്മിണിയേച്ചി ഇന്ന് വന്നു പൈസയും കൊണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ചാനലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നല്ലത് വരട്ടെ, ഞങ്ങളെ അനുഗ്രഹിക്കുകയാണ് ആള്. പിന്നെ ഞങ്ങൾ ഈ വെട്ടണതിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. കുറച്ചു നേരം രുക്മിണിയേച്ചിനോട് വർത്താനം പറഞ്ഞ് ചിരിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. ഏകദേശം ഞങ്ങളെങ്ങനെയാണ് വീട്ടിൽ സംസാരിക്കുന്നത്
മിനിറ്റ് ആവും ഞങ്ങൾ വീഡിയോയിലും പറയുക. കാരണം നമുക്ക് നന്നാക്കി പറഞ്ഞിട്ട് ഒരു സമയത്ത് നമ്മൾ പറയുന്ന അതേ രീതി ആവണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയാണോ വീട്ടിൽ നിൽക്കുന്നത് അതന്നെ ആയിരിക്കും നിങ്ങളെ മുന്നിലും ഞങ്ങൾ എത്തട്ടെ, അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ വീഡിയോ കറക്റ്റായിട്ടില്ലേ നോക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് കടക്കാം അല്ലേ. കുട്ടികളുടെ സ്കൂളിലെ ശിലാസ്ഥാപന ചടങ്ങാണ് നടക്കുന്നത്. അതിലേക്ക് പിന്നെ ഞങ്ങളുടെ MLA TV ഇബ്രാഹിം സാറും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി സാറും മുഖ്യ അതിഥികളായിരിക്കും. ഇതാണ് ശിവൻകുട്ടി സാറ് കല്ലിടൽ ചടങ്ങ് നടത്തുകയാണ്. പിന്നെ ഇബ്രാഹിം സാറ് ശിവൻകുട്ടി സാറെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് ആൻഡ് ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്.